എൻ്റെ പേര് സലീം. സ്വന്തം വീടെന്ന് പറയുമ്പോഴത്തേക്ക് പാലക്കാടാണ്. പാലക്കാട് നമുക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല. അത് പാരമ്പര്യമായിട്ട് ഉമ്മയും വാപ്പയൊക്കെ പാലക്കാടാണ്. അങ്ങനെ നമ്മുടെ പാലക്കാടാണ്. ഇപ്പം താമസം വാടനപ്പള്ളിയിലാണ്. ഇതിൽ കാലമൊന്നുമില്ല. ഇപ്പോൾ 35-36 വയസ്സായി. ആ ഓർമ്മ വെച്ച മുതൽ ഇത് തന്നെയാണ്. ഇതിലിപ്പോൾ കൊല്ലങ്ങൾ കണക്കൂട്ടാൻ പറ്റില്ല. ഇതേപോലെ പാമ്പുകളൊക്കെ കണ്ടോ? കോഴിമുട്ട തിന്നില്ല കേട്ടോ. ഇതുങ്ങളൊക്കെ എലി, തവള, ഊന്ത് അതൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് മൂർക്കൻ പാമ്പ് മാത്രമേ മുട്ട തിന്നുള്ളൂ കേട്ടോ. കൊത്തി കുടിക്കത്തൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ ഞാൻ മാറ്റി വയ്ക്കാം കേട്ടോ. പാമ്പിനെ പാല് വേണമെന്നോ വെള്ളം വേണം നിർബന്ധം. അതിന് ദാഹം വന്നാൽ പാല് കൊടുത്താൽ അത് പാല് കഴിക്കും, വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കും. അപ്പോൾ ഈ മുട്ട കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. മുട്ട തന്നെ മറിച്ച് കൊത്തി കുടിക്കൂല, മിഴുങ്ങും. അതിപ്പോൾ സർവ്വസാധാരണ ചില ആൾക്കാരുടെ കോഴിക്കുട്ടി തന്നെ പാമ്പ് കയറി വന്ന് അവിടെ കിടക്കുന്ന മുട്ടയിനൊക്കെ മെഴുങ്ങി കോഴീനൊക്കെ കൊന്നിട്ടിട്ട് പോകണമെന്ന് ചില ആൾക്കാർക്ക് അനുഭവമുണ്ട്. കല്യാണം നടക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിക്കിട്ടാൽ മതി. സ്വന്തക്കാരുടെ ശല്യം പറഞ്ഞു കിട്ടും. കുറ്റം പറഞ്ഞവരാരും വീട്ടിൽ കയറില്ല. എത്ര കഷ്ടപ്പെട്ട് വിളമ്പിയാലും ഒരു കുറ്റം കണ്ടുപിടിക്കും. നമുക്കറിവുള്ളത് വലുതായിട്ട് അറിയില്ല എങ്കിലും എനിക്കറിവുള്ളത് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷം മറക്കാനും ഞാൻ പറയില്ല. മറിച്ച് പാമ്പ് കടിക്കാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് ഞാൻ പറഞ്ഞ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ വയ്ക്കും. ഇതിനെ കണ്ട ഹാലിരിക്കുമ്പോൾ ഒന്ന് പോകരുത്. തേക്കിൻ കാടാണ് സ്ഥലം. ഇതിൻ്റെ പാമ്പുകളൊക്കെ ഞാൻ വിളിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെങ്ങനെ വിളിക്കും? ഇതാ മകടി നോക്കിയാരെ. ബാബാന്ന് വിളിച്ചു. എന്താ ബായി പാമ്പ് വരാത്ത? ഇത് മകടിയല്ല, ഇത് ഓടക്കോയിലാണ്. ഇതൊക്കെ ഊതിയിട്ട് വല്ല ബാബാന്ന് വിളിച്ചാ വല്ല പോത്തോ മോരുണ്ടെങ്കിൽ ഓടി വരും. എന്ത് പണ്ടാരമാണ് വിളിക്കുന്നത് പറഞ്ഞിട്ട് പാമ്പ് വരുമില്ല. പാമ്പ് പറഞ്ഞെങ്കിലൊക്കെ മകടികളെ ഊതാണ്. ഉണ്ട് നമ്മുടെ കയ്യിലും മകടി. പിന്നെ ഇതൊക്കെ സിനിമയിൽ ഊതിയാലേ പാമ്പറങ്ങി വരുവുള്ളൂ. ഇവിടെ നേരം വിളിക്കുന്നവരെ ഊതിക്കും കാര്യമില്ല. കാരണം പാമ്പിന് ചെവിയില്ല കേട്ടോ. ഇതൊക്കെ എപ്പോൾ കാണണമെന്നറിയോ? നന്ന രാവിലെ കൂറുമ്പോൾ കാണണം. തന്നെ ഇതിനെ കാണണം. അത്യാവശ്യത്തിന് മുട്ട് പോയിക്കിരിക്കുമ്പോൾ ഇതിനെ കണ്ടാൽ മതി. കൂറുന്നയാൾ പാമ്പിനെ കണ്ടാല് ഇങ്ങനെ പറഞ്ഞ സാധനം ഇങ്ങനെ പൊയ്ക്കളയും. പിന്നെ വീട്ടിൽ പോയി സാധിക്കുള്ളൂ. നല്ല ജാതിയാണ്. ഈ ഇഴജന്തുവിനൊക്കെ കൊണ്ട് നടക്കാൻ പാടില്ല, തെരുവോരങ്ങളിലൊന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ പ്രശ്നമുള്ളൂ. അതിപ്പോൾ സാറന്മാരായിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ അതൊന്നും വന്ന് പറയാറില്ല. ഇതുവരെ എവിടെയും കളിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ, നിമിഷം വരെ. നോക്കിക്കോ കളി മതി. ശനിയാഴ്ച കൂടി നിൽക്കുന്നുണ്ട് എല്ലാ ജനങ്ങളും. എല്ലാവരും കാണട്ടെ, ചിരിക്കട്ടെ, സന്തോഷിക്കട്ടെ. നോക്കി കളി. ഈ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, അത് ഒഴിഞ്ഞ സ്ഥലത്ത് ഞാനാര് കളിക്കണമ്പോൾ ബൈക്കുകാർ കൊണ്ടുവന്ന് റോഡ് ബ്ലോക്കാക്കി നിർത്തുമ്പോൾ അങ്ങനെ സാറന്മാർ വന്ന് കളിക്കണ്ട എന്ന് പറയത്തേ ഉള്ളൂ. അപ്പം നമുക്കത് ഒഴിഞ്ഞ സ്ഥലമായിട്ട് തോന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ കളി തുടങ്ങിയ ശേഷം ഈ ബൈക്കുകാർ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തി പോകുമ്പോൾ അപ്പോൾ റോഡ് ബ്ലോക്ക് ആകുമല്ലോ. അപ്പോൾ ആ സമയത്ത് വന്ന് ചില സാറന്മാർ കളിക്കണ്ട, ഒതുങ്ങിയിരുന്ന് കളിച്ചോളി എന്നൊക്കെ പറയും.
സംശയങ്ങൾ പറയണേ. ഇതിൻ്റെ മേലേക്ക് കൂടെ തൊട്ട് നോക്കിയാണ് കോഴിമുട്ട നോക്കണേ. സംശയമുണ്ടെങ്കിൽ പറയാവേ. ആദ്യത്തെ ഒരു തുണ്ട് ഇവിടെ വെച്ചോ, കളയണ്ട. രണ്ടാമത്തെ ഒരു പീസ് മാത്രം. ഇപ്പൊ ഇത്ര വല്ല കോഴിമുട്ട ഇതാ ഉള്ള സ്ഥലം. മോനെ എന്താടാ പേര്? ഒന്ന് കയറി നിന്നേടാ, കയറി നിന്നടാ. ആ വലത്തേക്ക് ശ്രദ്ധിക്കുന്ന എന്താ ഉള്ളത്? മുട്ട കയ്യിൽ കയറി പോട്ടെ, വല്ല തോട് കൊണ്ട് ഒന്നുമില്ല. മുട്ട പോയെ എൻ്റെ കയ്യിലില്ല, എൻ്റെ കശത്തിലും ഇല്ല. എവിടെ പോയി മുട്ട? ഇല്ല, അതാണ്ട ഇല്ലടാ, ഇല്ല, ഇല്ല. കളി കണ്ടുപിടിച്ചേ. ചിന്തിക്കണേ. ഇത്രയും ചെറിയ കോഴിമുട്ട ഒരു കയ്യിൽ കാണാൻ കൂടെ ഞാനെ കൊണ്ടും പറ്റൂല. കഷത്തിനെ മൂടാൻ പറ്റുമോ? എൻ്റെ പോക്കറ്റിലൊന്നും ഇല്ല. സാധാരണ മജീഷ്യന്മാർ ബോക്സിൻ്റെ അകത്ത് പ്രാവൊക്കെ എടുക്കുക, മുയലെടുക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടി എക്സ്പീരിയൻസ് ആണ് പാമ്പിനെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാമ്പിനെടുക്കും. സഞ്ചിക്കകത്ത് കൈയിട്ട് നോക്കിയില്ലേ? വെളിവ് കിട്ടിയോ? ഇല്ല, ഇല്ല. മുട്ട പിന്നെ എവിടെ? നോക്കെൻ്റെ മുട്ടയുള്ള സ്ഥലം. ആ അതെ, കമ്പനി ഒന്നും ഇല്ല കേട്ടോ. മൂപ്പര് എവിടെയാന്ന് എനിക്ക് തന്നെ അറിയില്ല. എവിടെയാ സ്ഥലം? കമ്പനി ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളെ മടി തപ്പി നോക്കിയിട്ട് പറഞ്ഞേ കോഴിമുട്ട ഉണ്ടോ നോക്കിക്കേ. ഇല്ല. നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഞാൻ എടുക്കട്ടെ. നിങ്ങളുടെ മുട്ട വേണ്ട, കോഴിമുട്ട മതി. ശ്രദ്ധിച്ചോളെ. ഓക്കെ ഓക്കെ. ചെറിയൊരു കടലാസാണ്. എല്ലാവരും കണ്ട് ചിരിക്കട്ടെ. ചെറിയൊരു കളി കാണിച്ചു. എന്നെ നോക്കരുത്. എന്നെ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഞാൻ കൊപ്പിക്കാത്താക്കും കേട്ടോ. എല്ലാവരും കണ്ട് ചിരിക്കട്ടെ. ആരാവ് ആരും കാണിക്കില്ല. പിന്നെ ജീവിതത്തിൽ രതീഷ് മുട്ട ചോദിക്കില്ല. രതീഷിന്റെ തൃപ്തിയായി. രതീഷേ എന്താ ഉള്ളതില്? എന്തുണ്ട്? പാമ്പ്. ഏതില്? തുണി മാറ്റരുത്, നീ നോക്കിക്കോ. തുണിഞ്ഞ് നോക്കിയാൽ മതി, ബാക്കിലും കാണിക്കല്ലേ. എന്തല്ലേ? പാമ്പ് കൊത്തുന്നത് കൊണ്ട് അപകടമില്ല. അത് കൊത്തുന്ന പറയുമ്പോഴത്തേക്ക് പാമ്പിൻ്റെ ഒരു അറ്റാക്കാണ് അത്. പാമ്പ് കടിക്കണം, കടിച്ചാൽ മാത്രമേ വിഷം കയറുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു 75% വരെ ഞാനൊരു പാമ്പിനെ പിടിക്കുമ്പോഴാകട്ടെ, ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോഴാകട്ടെ, ഞാൻ ഭയങ്കര കൺട്രോളിങ്ങാണ്. എന്ന് വെച്ചാൽ ഞാൻ വല്യവനായിട്ടൊന്നുമല്ല, ഞാൻ ഭയങ്കര ശ്രദ്ധയാണ്. 75% വരെ പാമ്പിനെ കടിക്കില്ല. കടിക്കാതെ ഞാൻ അതിനെ കൈകാര്യം ചെയ്യും. അതായത് പാമ്പിനെ വേദനിച്ചാൽ മാത്രമേ പാമ്പ് അത് കടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ. അപ്പോൾ പാമ്പിനെ വളരെ കൂളായിട്ടാണ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് കുത്തണത് കൊണ്ട് അപകടമില്ല, കടിക്കണം. അപ്പോൾ പാമ്പ് കടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാമ്പൊക്കെ കടിച്ചിട്ടുണ്ട്. അത് അടുത്തൊന്നുമല്ല. ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 8-9 കൊല്ലത്തിന് മുമ്പ് കിട്ടിയ കടിയാണ് ഇത്. കിട്ടുമെന്തോ ഈ കടിയാണ് 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് കിട്ടിയത്. പക്ഷേ ഇത് വലിയ അപകടമായിട്ടില്ലായിരുന്നു. ദൈവം സഹായിച്ചിട്ട് രക്ഷപ്പെട്ടു. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ മരുന്നായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നേരെ പാമ്പ് കടിച്ചാൽ
കടിച്ചതായ പാമ്പിനെ തല്ലിക്കൊന്ന് ഒരു കവറിലാക്കിയിട്ട് ആശുപത്രി കൊണ്ടുപോവുക. അല്ലാതെ ചില ആൾക്കാർ പറയും അവിടെ ഒരു വൈദ്യനുണ്ട് പോയിക്കോ. അത് ഞാൻ അവരെ കുറ്റം പറയല്ല, പാരമ്പര്യമായിട്ട് ചികിത്സ നോക്കുന്നവരെ കൊണ്ടുപോലും ഇപ്പോൾ ആ പാമ്പിൻ്റെ വിഷത്തിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ആയുർവേദം പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പിടിക്കില്ല. കെമിക്കലും കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ശരീരം തന്നെ ആകെ മാറിയിരിക്കുകയാണ്. അപ്പോൾ പരമാവധി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിൽ എത്തിക്കുക, പോകാത്ത മുമ്പ് കടിച്ച പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോവുക. ആരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കണ്ട. ഇതേ നമ്മുടെ കൃഷ്ണാസർപ്പം, അതായത് മൂർഖൻ്റെ കുഞ്ഞാണ് ഇത്. അതിൻ്റെ പത്തിയുടെ ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? പത്തിയുടെ പുറകുള്ള എഴുത്ത് കണ്ടായിരുന്നു നിങ്ങൾ? കണ്ടോ? 50,000 പോകച്ച് വരുന്നത് കാണാൻ പറ്റില്ല. ഇത് കലയാണ്. എൻ്റെ 10ലെ പുറവശങ്ങളുടെ എഴുത്ത് അത് ഇന്നലെ ഒരാളെ പറഞ്ഞ് ഞാൻ പെയിൻ്റടിച്ചിരിക്കുകയാണ്. ഞാൻ പെയിൻ്റടിച്ചിരിക്കുകയെന്ന് പറഞ്ഞത് അത് എൻ്റെ ചിത്രപ്പണിയല്ല കേട്ടോ, ദൈവത്തിൻ്റെ ചിത്രപ്പണിയാണ്. അപ്പോൾ അതാ ഒന്ന് ഇതേ ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. ഈ സാധനത്തിനെ പറയാ രക്തണലി എന്നാണ്, ഇതിനെ പറയാ മലയണലി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇറക്കിയാണ്. ഇതേ വെള്ളവെമ്പാല മൂർഖനാണ്. ഓക്കെ, കണ്ടില്ലേ? കഴിഞ്ഞ് വെട്ടിക്കകത്തുള്ള പാമ്പിനെ കണ്ടോ? അകത്ത് പോണ, അകത്ത് പോണ, ഉള്ളേ പോ, ഉള്ളേ പോ, ഓടാൻ പോയിട്ടോ, അകത്ത് കണ്ടില്ലേ? ഒരു പാമ്പിൻ്റെ പല്ല് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോണ പഴുക്കും, അതിൻ്റെ മോണ നീര് വയ്ക്കും. ഏറെ പോയാൽ പല്ലെടുക്കുന്ന പാമ്പൊക്കെ 1-2 മാസത്തിൻ്റെ കൂടുതൽ ഒരാളുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പാമ്പെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തുള്ള 2 അണലിയുണ്ട്, വൈപ്പർ, മണ്ണൊലി പാമ്പ. അതൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ കൈവശം കിട്ടിയിട്ട് തന്നെ 10-13 കൊല്ലം ആയതാണ് അത്. അതേപോലെ ആ മൂർഖൻ പാമ്പായിക്കോട്ടെ, എൻ്റെ അടുത്തുള്ള 3 മൂർഖൻ പാമ്പുണ്ട്. അതിൽ ഒന്ന് ചെറുതാണ്, അതിപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച 1.5 ആയിട്ടുള്ളൂ. ബാക്കി 2 മൂർഖനും 8 മാസം 9 മാസം പഴക്കമുള്ള പാമ്പുകളാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാമ്പിൻ്റെ വിഷം വേണമെങ്കിൽ നമുക്ക് ഊറ്റിയെടുക്കാം, അത് പറ്റാത്തത് കൊണ്ടല്ല. അപ്പം നമ്മുടെ തുപ്പലും നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ 24 മണിക്കൂറും നമ്മൾ തുപ്പി നടന്നാലും നമ്മൾ തുപ്പൽ വായിന്ന് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പാമ്പിൻ്റെ വിഷം. നമ്മൾ അതിൽ നിന്ന് എടുക്കും തോറും അത് ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കും. പരമാവധി കടിക്കാതെ ശ്രദ്ധിക്കുക. അല്ല, ഇപ്പോൾ ഒരു കുടുംബം കഴിഞ്ഞ് പോകണമെങ്കിൽ എന്തായാലും അറിയാമല്ലോ, നമുക്ക് കുടുംബം ജീവിക്കണമല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരാളെ നമ്മൾ തുണക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള കൂലി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനുള്ളത് ഇല്ല. അപ്പോൾ നിങ്ങൾ കളി കണ്ടതാണല്ലോ, എന്താണ് കിട്ടണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. നമുക്ക് പഠിപ്പില്ല, സ്കൂളിൽ പോയ പഠിപ്പൊന്നുമില്ല. അതുപോലെ ബസ്സിൻ്റെ ബോർഡോ എഴുതാനോ വായിക്കണമെന്നും അറിയില്ല. എനിക്ക് എൻ്റെ പേര് എഴുതാൻ അറിയാം. അപ്പോൾ ഇത് ഞാൻ ഈ കൊണ്ട് നടക്കുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിന് അന്നം എത്തിക്കാൻ എനിക്ക് ആകെ കൂടെ അറിയാമെന്നുള്ളൊരു പണിയാണ്. ഈ പാമ്പിനെ പിടിക്കും, അത് ജനങ്ങളുടെ മുമ്പിൽ മേജിക്കായിട്ട് കാണിക്കും, അതിന് പിരിവാണ്. എൻ്റെ മക്കൾക്ക് നല്ല പഠിപ്പ് കൊടുക്കണം, എൻ്റെ കുടുംബം പട്ടിണി ഇല്ലാതെ പോകണം. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആഗ്രഹം എനിക്കില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടുമില്ല, സ്ഥലവുമില്ല, വാടക. സന്തോഷമാണ്, ഹാപ്പിയാണ് ഞാൻ. 3 പിള്ളേരുണ്ട്. എൻ്റെ മോള് 8ൽ പഠിക്കണോ, മോൻ വന്നിട്ട് 3ൽ പഠിക്കണോ, മോള് 1-ാം ക്ലാസ്സിൽ പഠിക്കണോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പാമ്പിനെ കണ്ടതാണ്. കളി നിർത്തുമ്പോൾ കാണിന്ന് പറയരുത്. വേണമെങ്കിൽ തരാം, അടുത്താഴ്ച തന്നാൽ അയാളൊക്കെ ഒരു ഉത്തരവാദിത്വമില്ല. കൊണ്ടില്ലേ പെട്ടി പാമ്പ്. ഞാൻ ഇതുവരെ ഒരു വികലാംഗ പെൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ ഒരു പാസിന് വേണ്ടിയിട്ടോ ഇതിനൊന്നും ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അത് അന്വേഷിക്കാം. ദൈവം സഹായിച്ച് എന്നെ ഇങ്ങനെ ജീവിക്കാൻ വിട്ടാൽ മതി.
ഈ പാമ്പിന് അല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം എനിക്ക് ഞാൻ അഹങ്കാരം കൊണ്ട് പറയണതല്ല, ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനൊരു പെൻഷനും എടുത്തിട്ടില്ല, പാസും എടുത്തിട്ടില്ല. എന്നെ ഇങ്ങനെ ജീവിക്കാൻ വിട്ടാൽ മാത്രം മതി, ഞാനതേ പറയുന്നു.